നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. അന്നമനട ഗ്രാമപഞ്ചായത്ത് വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കുമായി സഹായോപകരണ നിർണയ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങൽകുത്ത് ഉന്നതിയിലെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി ഗൃഹനാഥനെയും ഭാര്യയെയും ആക്രമിച്ച കേസിൽ 2 പ്രതികൾ അറസ്റ്റിൽ. ചാലക്കുടി വെട്ടുകടവ് സ്വദേശി ചാരേക്കാട്ട് വീട്ടിൽ 28 വയസ്സുള്ള സന്ദീപ്, അതിരപ്പള്ളി പെരിങ്ങൽകുത്ത് ഉന്നതി സ്വദേശി കാടർ വീട്ടിൽ 21 വയസ്സുള്ള സുബിൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. വാർത്തകൾ വിശദമായി. അന്നമനട ഗ്രാമപഞ്ചായത്ത് വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കുമായി സഹായോപകരണ നിർണയ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വിനോദ് ഉദ്ഘാടനം ചെയ്തു. വയോജന ക്ഷേമ പ്രവർത്തനങ്ങളിൽ പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി നിരവധിയായ പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്തിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൽ അംഗപരിമിതരായ ആളുകൾക്ക്, ചലനപരിമിതി നേരിടുന്ന ആളുകൾക്ക്, ശ്രവണപരിമിതി നേരിടുന്ന ആളുകൾക്ക് അവരുടെ പരിമിതികളെ പരിഹരിച്ചുകൊണ്ട് അവർക്ക് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മുടെ ഇത്തരത്തിലുള്ള ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്ത് 8 ലക്ഷത്തിലധികം രൂപയുടെ അവർക്കാവശ്യമായ ബൂട്ടുകൾ, അതോടൊപ്പം തന്നെ വീൽ ചെയറുകൾ, അതോടൊപ്പം ശ്രവണ സഹായികൾ, അതോടൊപ്പം തന്നെ ചലനപരിമിതിയുള്ള ആളുകൾക്ക് ആർട്ടിഫിഷ്യൽ കൈയടക്കമുള്ള നിരവധിയായ സഹായ ഉപകരണങ്ങൾ കൊടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ നമുക്ക് അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കൊപ്പം ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള അവർക്ക് ഒരു തൊഴിൽ വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി 3ഓളം വരുന്ന ആളുകൾക്ക് പെട്ടിക്കടയിൽ അതിലൂടെ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് പഞ്ചായത്ത് അംഗങ്ങൾ, വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ എന്നിവർ പങ്കെടുത്തു. പെരിങ്ങൽകുത്ത് ഉന്നതിയിലെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി ഗൃഹനാഥനെയും ഭാര്യയെയും ആക്രമിച്ച കേസിൽ 2 പ്രതികൾ അറസ്റ്റിൽ. ചാലക്കുടി വെട്ടുകടവ് സ്വദേശി ചാരേക്കാട്ട് വീട്ടിൽ 28 വയസ്സുള്ള സന്ദീപ്, അതിരപ്പള്ളി പെരിങ്ങൽകുത്ത് ഉന്നതി സ്വദേശി കാടർ വീട്ടിൽ 21 വയസ്സുള്ള സുബിൻ എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്നലെ പുലർച്ചെ പെരിങ്ങൽകുത്ത് ഉന്നതിയിൽ താമസിക്കുന്ന കാടർ വീട്ടിൽ വിശ്വനാഥനെ വീട്ടിൽ അതിക്രമിച്ചു കയറി ആക്രമിക്കുകയും തടയാൻ ശ്രമിച്ച വിശ്വനാഥന്റെ ഭാര്യയെ ഭീഷണിപ്പെടുത്തുകയും ഉപദ്രവിക്കുകയും ചെയ്ത കേസിലാണ് പ്രതികൾക്കെതിരെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിനുള്ള നിയമത്തിലെ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തത്. സന്ദീപ് ചാലക്കുടി അതിരപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധികളിലായി ഒരു വധശ്രമ കേസിലും ഒരു അടിപിടി കേസിലും മയക്കുമരുന്ന് ഉപയോഗിച്ച കേസിലും പൊതുസ്ഥലത്ത് ലഹരിക്കടിമപ്പെട്ട് പൊതുജനങ്ങളെ ശല്യം ചെയ്ത 2 കേസുകളിലടക്കം 5 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ചാലക്കുടി DVSP ബിജുകുമാർ PC, അതിരപ്പള്ളി പോലീസ് സ്റ്റേഷൻ SI അനിൽ TD, GASI ഷിജു, GSCPO ബൈജു എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. കോട്ടപ്പുറം രൂപതയിലെ സീനിയർ വൈദികൻ ഫാദർ ജോസഫ് തട്ടകത്ത് 75 വയസ്സ് അന്തരിച്ചു. ഇന്ന് വൈകിട്ട് 4-ന് ഗോതുരുത്ത് സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ ദിവ്യബലിക്ക് ശേഷം സംസ്കാരം നടക്കും. ഗോതുരുത്ത് പരേതരായ തട്ടകത്ത് ചീക്കുവിന്റെയും ത്രേസ്യയുടെയും മകനാണ്. 2023 മുതൽ നോർത്ത് പറവൂർ ജൂബിലി ഹോമിൽ വിശ്രമ ജീവിതത്തിലായിരുന്നു. വരാപ്പുഴ, കോട്ടപ്പുറം രൂപതകളിൽ വിവിധ പള്ളികളിലും സ്ഥാപനങ്ങളിലും സേവനം ചെയ്തിട്ടുണ്ട്. എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രൽ, തൈക്കുടം സെന്റ് റാഫേൽ, തുതിയൂർ ഔവർ ലേഡി ഓഫ് ഡോളേഴ്സ് പള്ളികളിൽ വികാർ കോപ്പറേറ്റീവായും, ചാത്തനാട് സെന്റ് വിൻസെന്റ് ഫെറർ, കോട്ടുവള്ളി സെന്റ് സെബാസ്റ്റ്യൻ, തോട്ടക്കാട്ടുകര സെന്റ് ആൻസ്, കാരമൗണ്ട് കാർമൽ, തുരുത്തൂർ സെന്റ് തോമസ്, മാളപ്പള്ളിപ്പുറം സെന്റ് ആന്റണി, മടപ്ലാത്തുരുത്ത് സെന്റ് ജോർജ്, ചെട്ടിക്കാട് സെന്റ് ആന്റണി, ചാലക്കുടി ഹോളി ഫാമിലി, കുഞ്ഞിത്തൈ സെന്റ് ഫ്രാൻസിസ് സേവ്യർ പള്ളികളിൽ വികാരിയായും, കുറ്റിക്കാട് സെന്റ് ആന്റണീസ് പള്ളി പ്രീസ്റ്റ് ഇൻചാർജായും, മണലിക്കാട് സെന്റ് ഫ്രാൻസിസ് അസീസി മൈനർ സെമിനാരി റെക്ടറായും, ആലുവ കാർമൽഗിരി സെമിനാരി, കളമശ്ശേരി സെന്റ് ജോസഫ് മൈനർ സെമിനാരി, മണലിക്കാട് സെന്റ് ഫ്രാൻസിസ് അസീസി മൈനർ സെമിനാരി, കുറ്റിക്കാട് സെന്റ് ആന്റണീസ് മൈനർ സെമിനാരി എന്നിവിടങ്ങളിൽ ആത്മീയ പിതാവായും സേവനം ചെയ്തിട്ടുണ്ട്. 1976 ഏപ്രിൽ 3-ന് വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കേളന്തറയിൽ നിന്ന് പൗരോഹിത്യം സ്വീകരിച്ചു. മുഹമ്മദ് നബിയുടെ 1500ാമത് ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി ചേരമാൻ മഹല്ല് ഗ്രാൻഡ് കുടുംബസംഗമം സംഘടിപ്പിച്ചു. ഇമാം ഡോക്ടർ മുഹമ്മദ് സലീം നദ്വി ഉദ്ഘാടനം ചെയ്തു.
മുഹമ്മദ് നബിയുടെ മേൽ സ്വലാത്തുള്ള പുണ്യവാളന്മാരുടെ സ്വലാത്ത് സ്വല്ലാ അലൈഹി തയ്യിബൂനൽ അഖ്യാർ ഉത്തമന്മാരായ സൽഗുണസമ്പന്നരായ ആളുകളുടെ സ്വലാത്ത്. അതിനുശേഷം ആ സ്ത്രീ പറയുന്നത്, എന്നെയും മുഹമ്മദ് നബിയെയും നാളെ ആഖിറത്തിൽ പരലോകത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമോ എന്ന ആശങ്ക ആ സ്വലാത്തിൽ ആ സഹോദരി പോകുന്നു. ഇത് കേട്ടപ്പോൾ, ഈ സ്വലാത്ത് കേട്ടപ്പോൾ, ഈ വേറിട്ട സ്വലാത്ത് കേട്ടപ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ സ്ത്രീ നിലകൊള്ളുന്ന വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഈ പാതിരാ സമയത്ത് എന്താണ് നമ്മൾ വരാൻ കാരണം? എനിക്കെന്താണ് നമ്മളെന്റെ ആവശ്യം? എന്തിനാണ് ഞാൻ വാദം തുറന്നിരുന്നത് എന്നൊക്കെ ആ സ്ത്രീ ചോദിക്കുകയുണ്ടായി. മഹല്ല് പ്രസിഡന്റ് NA റഫീഖ് അധ്യക്ഷത വഹിച്ചു. മഹല്ലിന്റെ പുരോഗതിയിൽ എല്ലാവരും ഒരേ മനസ്സോടെ മുന്നേറിയാൽ വിപ്ലവങ്ങൾ സൃഷ്ടിക്കാനാകുമെന്ന് അബ്ദുൽ അസീസ് നിസാമി ആമുഖ പ്രഭാഷണത്തിൽ പറഞ്ഞു. പ്രഗത്ഭ പണ്ഡിതനും വാഗ്മിയുമായ കുമ്മനം നിസാമുദ്ദീൻ അസ്ഹരി, മഹല്ല് സെക്രട്ടറി VI ഇബ്രാഹിം, ഹിഷാം അദ്നി, നൌഷാദ് AA, മഹല്ല് വൈസ് പ്രസിഡന്റ് ബഷീർ പാറയിൽ, ഹൈദരലി, കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് സിറാജ് VA, സീനിയർ MM നവാസ് KK, അബ്ദുൾ റഹ്മാൻ കാരയിൽ, ഹുസൈൻ MK, ഷഫീഖ് ഉമർ, അജീബ് KB, ജബ്ബാർ MK, മജീഷ് MM എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഞായറാഴ്ച നടക്കുന്ന സ്നേഹസംഗമത്തോടെ മീലാദ് പ്രോഗ്രാമുകൾ സമാപിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. അന്നമനട ഗ്രാമപഞ്ചായത്ത് വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കുമായി സഹായോപകരണ നിർണയ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങൽകുത്ത് ഉന്നതിയിലെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി ഗൃഹനാഥനെയും ഭാര്യയെയും ആക്രമിച്ച കേസിൽ 2 പ്രതികൾ അറസ്റ്റിൽ. ചാലക്കുടി വെട്ടുകടവ് സ്വദേശി ചാരേക്കാട്ട് വീട്ടിൽ 28 വയസ്സുള്ള സന്ദീപ്, അതിരപ്പള്ളി പെരിങ്ങൽകുത്ത് ഉന്നതി സ്വദേശി കാടർ വീട്ടിൽ 21 വയസ്സുള്ള സുബിൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.